ഞാൻ എന്നാണ് ഒന്ന് നന്നാവാ? സ്വയം നന്നാകാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്നേ അതിന് ശ്രമിച്ചേനെ. അപ്പോൾ എന്നെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് കൊച്ചി കണ്ടങ്ങാട്ട് പാലത്തിന്. മെട്രോ 7 ന്യൂസ് കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഐലൻഡ് പാലത്തിന്റെ അവസ്ഥ. ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞത് മുതൽ ദുരവസ്ഥ തന്നെയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനവന്റെ ജീവൻ പണയം വെച്ച് വേണം ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ട്. ഈ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുമെന്ന് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. കാരണം ഇത് വർഷങ്ങളായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്രോച്ച് റോഡിലേക്കാണ് ഈ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇവിടെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു. എത്ര നാളായി ഇത് കിടക്കുന്നത്? ഈ പാലത്തിന്റെ ഓരോ ടൂ വീലറുകാർ എത്ര ആക്സിഡന്റോട് നടക്കുന്നത്? ഒരാളൊരു ഇത് നോക്കണല്ലോ എന്നുള്ളത്. പൊതുമരാമത്ത് ഇവിടെ പോയി കിടക്കണം എന്നുള്ളതാണ്. ചെറിയ പെട്ടിവണ്ടിയായിട്ടൊക്കെ വന്നാൽ ഞങ്ങൾ പെട്ടിവണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങാട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ ഫ്രണ്ട് മുങ്ങിപ്പോകും. പലപ്പോഴും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അടിയടിക്കുന്ന ഫീലിംഗ്സൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര സ്കൂട്ടറുകാരാണ് അവിടെ അടിച്ച് വീഴുന്നറിയാം അപകടം സംഭവിച്ചത്. ഇതിനോട് ബന്ധപ്പെട്ട് മരണം വരെ ഈ കാലത്തിന് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുൻപും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അധികാരികളുടെ അനങ്ങാപ്പാറ നയം അത് ഒരു മനുഷ്യ ജീവൻ എടുക്കുന്നത് വരെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാസം ഒരുപാടായി മെട്രോ 7ലെയും KCVയിലെയും റിപ്പോർട്ടർമാർ ഒരു പാലമായിട്ടും എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നു. മറ്റുള്ളവരോട് എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. റിപ്പോർട്ടർമാർ വന്ന് സംസാരിക്കുമ്പോൾ എന്റെ വിചാരം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ്. ഞാൻ എന്നും TV-യിൽ വരുമല്ലോ. എന്നാൽ എന്നെക്കുറിച്ച് ഇതുവരെ ആരും നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പറയാനുള്ളത് എന്റെ ഓരോരോ കുറ്റങ്ങളാണ്. നടുവൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കണേ. ഓരോ യാത്രയിലും നമ്മൾ ഈ വയറിൻ്റെ വണ്ടിയുടെ ടയറും വണ്ടിയുടെ സാധനങ്ങളും എല്ലാം കേടുപാട് പറ്റണം. ഞാൻ ഇതിലൂടെ ഡെയിലി പോകുന്ന ആളാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെയുള്ള യാത്ര. ഈ പാലത്തിന്റെ അപ്പുറത്തെ വശം താഴ്ന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികൾക്കും ബൈക്കുകൾക്കും ചെറുവണ്ടികൾക്കും ഭയങ്കര പാടാണ്. വലിയ വണ്ടി പിന്നെ താഴ്ത്തൊക്കെ ഇടിക്കുന്നുണ്ട്. വലിയ വണ്ടി ഇറങ്ങി ദൈവമായിട്ട് സൃഷ്ടിച്ചതൊന്നും അല്ലല്ലോ എന്നെ. പല എഞ്ചിനീയർമാരും മറ്റു വിദഗ്ധരും ചേർന്ന് സൃഷ്ടിച്ചെടുത്തതല്ലേ. അപ്പോൾ പിന്നെ കുറവുകൾ വരേണ്ട കാര്യം എന്താണ്? അല്ല, അങ്ങനെ കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കേണ്ടത് ആരാണ്? ഈ സ്റ്റെപ്പ് കുറേ നാളായിട്ട് ഇങ്ങനെ ഉണ്ട്. ഒന്ന് ഒരിക്കൽ റിപ്പയർ ചെയ്തു, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ അറിവ് നന്നായിട്ടുള്ള നല്ല എഞ്ചിനീയർമാരാണ് പണിയെടുക്കണമെന്ന് ബോധ്യമുണ്ട്. ഞാനും ഇതുപോലെയൊക്കെ കുറെ പണി കണ്ടതാണ്. ഇവരോട് എന്ത് പറയാൻ പറ്റും നമ്മള്? ഞാൻ ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നത് അരൂർ, ഇടക്കൊച്ചി, കുമ്പളങ്ങി ഭാഗത്തുള്ളവരെ എളുപ്പത്തിൽ എറണാകുളം സിറ്റിയിലേക്ക് എത്തിക്കാനല്ലേ. മിനിമം ഈ അപ്രോച്ച് റോഡെങ്കിലും ശരിയാക്കിയെങ്കിൽ ഞാൻ എന്ത് സൂപ്പർ ആയനെ. ഒരു കട്ടിങ് കാണുന്നില്ലേ എന്നാണ് എൻ്റെ പരിദുരിതപൂർണ്ണമാണ് യാത്ര. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയിലാണ് യാത്രികർ എന്നെ ഉപയോഗിക്കുന്നത്. ഇത് വണ്ടി ഓടിച്ചു പോയ വണ്ടിയുടെ ചേസ് കണ്ടിക്കാണ് പറയാൻ ആരുടെയൊക്കെ പറയാനോ നമുക്ക് ആരുടെ പറയാൻ പറ്റും. കുറെ നാളായി ഇതിൽ കിടക്കാൻ തുടങ്ങി. ആരും ശ്രദ്ധിക്കുന്നില്ല ഈ വഴിക്ക്. താരത്തിന്റെ മുകളിൽ റിപ്പയർ ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ട് അവരെ കണ്ടുപോയി. ഈ താരത്തേക്കുള്ള ഒരു പണിയും ചെയ്യാൻ അവർക്കിട്ട് കഴിച്ചിട്ടില്ല. എത്ര നാളെ ഇവിടെ ലോഡ് അടിച്ച് അപ്പുറം ഇപ്പുറം പൊങ്ങിയില്ല, റോഡ് ശരിയാവുള്ളൂ. പൊഴിഞ്ഞു പോകുമ്പോൾ കൊണ്ടുവന്ന് ആ സൈഡിൽ ഇച്ചിരി റബ്ബർ പൊട്ടിക്കുമ്പോൾ ഇച്ചിരി ടയർ കൊണ്ടുവന്ന് ഒട്ടിക്കും. അത് അടുത്ത മഴക്ക് ഇടിഞ്ഞ് പൊളിച്ചങ്ങോട്ട് പോകും. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. മനസ്സിൽ ശപിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും അവസാനിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണേണ്ടത് യാത്രക്കാരുടെ മാത്രമല്ല, എന്റെയും കൂടി ആവശ്യമാണ്. എന്നെ ഇനി ആരും കുറ്റം പറയരുത്, എന്റെ പേര് മോശമാക്കരുത്. എത്രയും വേഗം എന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ച് എന്നെ പൊക്കിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ഈ അപേക്ഷ എത്തേണ്ടടുത്ത് എത്തണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഒരുപാട് വണ്ടി ഇറങ്ങി ഇത് ഭയങ്കര സ്റ്റെപ്പാണ്. ഇത് താങ്കളുടെ ഈ വാർത്തയിലൂടെ കണ്ടതാണ്. അപ്പോൾ വിചാരിച്ച് ഇതിനൊരു തീരുമാനമാകും. എന്തായാലും ഇവിടുത്തെ ഭരണാധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആക്സിഡൻസും അപകടങ്ങളും മറ്റുള്ള മനുഷ്യജീവനങ്ങളും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് വിനയപൂർവ്വം.
തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പോലും ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കാര്യത്തിന് ഇടപെടേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കുകയാണ്. പറ്റുന്നില്ല. അത്രയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതിന് ശേഷം അധികാരികൾ കണ്ണു തുറന്നിട്ട് കാര്യമില്ല. 2024 നവംബർ മാസത്തിൽ ഇതിന്റെ പണി പൂർത്തിയാക്കുമെന്ന് ഇവിടുത്തെ MLA കെ ബാബു പറഞ്ഞിരുന്നു. എന്നാൽ അതും ഇന്ന് നടപ്പിലായിട്ടില്ല. എന്തുകൊണ്ട്? ആരാണ് ഇതിന് ഉത്തരവാദി? ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനായിട്ട് അധികാരികൾ, ഭരണാധികാരികൾ തയ്യാറാകണം. കൊച്ചിയിൽ നിന്നും റിട്ടൺ റിപ്പോർട്ടർ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. KR ഒപ്റ്റിക്കൽസ് 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.